അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്, ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ആർക്കാണോ ആദ്യം ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടത് അവർ മനസ്സിലാക്കിയതുപോലെയാണ്. സൃഷ്ടികളെ ആരാധിച്ചിരുന്ന, പരലോകത്തെ നിഷേധിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ആ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നരകത്തെ പേടിക്കുന്നവരും സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരുമായി മാറി. ആ അറബികളിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവരിൽ എന്തെല്ലാം പിഴച്ച വിശ്വാസങ്ങളും ന്യൂനതകളും ഉണ്ടായിരുന്നോ അതൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തിയത്. അപ്പൊ ഖുർആൻ ആദ്യം മനസ്സിലാക്കിയതാരാ? നബിയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടതാരാ? സ്വഹാബികളാണ്. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ, അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും പിഴച്ചവരും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും. സ്വഹാബികളെ അഭിസംബോധന പറയാൻ, സ്വഹാബികളെ നിങ്ങൾ മുഅ്മിനായതുപോലെ മറ്റുള്ളവരും മുഅ്മിനായാൽ ഫഖദ് ഇഹ്തദൗ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, ഹിദായത്തിലായി. വഇൻ തവല്ലൗ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഭിന്നിച്ചാൽ. ഭിന്നത എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മനസ്സിലാക്കിയത് നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കലാണ് ഭിന്നത എന്ന വലിയൊരു തെറ്റിദ്ധാരണ നമ്മളുള്ളത്. നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭിന്നിച്ചുപോയി. അത് തെറ്റിദ്ധാരണ. ഭിന്നത എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഭൂരിപക്ഷത്തിൽ നിന്ന് തെറ്റി നിൽക്കലല്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ല ഐക്യത്തിന്റെ മാനദണ്ഡം. പിന്നെന്താണെന്നറിയാമോ? ഭിന്നത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ തെറ്റ്, പ്രമാണങ്ങളിൽ നിന്ന് തെറ്റി നിൽക്കുക, അതിന്റെ പേരാ ഭിന്നത. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. സ്വഹാബികളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ കക്ഷിത്വത്തിലായി. ഇന്ന് ലോകത്തെന്താ പല കക്ഷികൾ? ഭിന്നത, അഭിപ്രായ വ്യത്യാസം, തമ്മിൽ തല്ലുന്നു. മുസ്ലിങ്ങൾ എന്തിനാ പല ഗ്രൂപ്പായിട്ട് തമ്മിൽ തല്ലുന്നു എന്ന് ചോദിച്ചാൽ സ്വഹാബികൾ തെറ്റി. പരിഹാരം എന്താണ്? സ്വഹാബികളിലേക്ക് മടങ്ങുക. അപ്പൊ ഏറ്റവും ഈ തരീഖത്തുകാർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, അപകടം, അവർ അവലംബിക്കുന്നത് അവരുടെ ശൈഖുമാരെ മാത്രമാണ്. നമ്മളൊക്കെ റസൂലിന് ബൈഅത്ത് ചെയ്തവരാണ്. മുഅ്മിനുകൾ മുഴുവൻ ആർക്കാ ബൈഅത്ത് ചെയ്തത്? റസൂലിന്. അല്ലാഹുവിന്റെ റസൂലാണ് നമുക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നിസ്കാരത്തിലൂടെയും അല്ലാതെയും ബാങ്കിലൂടെയും ഇഖാമത്തിലൂടെയും ഒക്കെ ഈ ബൈഅത്ത് നമ്മൾ ആവർത്തിക്കും. നമ്മളെ ആർക്കാ ബൈഅത്ത് ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ. ഇവർ ബൈഅത്ത് ചെയ്യുന്നത് റസൂലിനല്ല. റസൂലിനേക്കാൾ വലിയ പദവി കൊടുക്കുന്ന ശൈഖുമാർക്കാണ്. അപ്പൊ സൂഫികളുടെ ഏറ്റവും വലിയ അപകടം, അവർ റസൂലിനെ അങ്ങ് മാറ്റിവെച്ച് അവിടെ ഈ കള്ളന്മാരും കഞ്ചാവടിക്കാരുമായിട്ടുള്ള ശൈഖുമാരെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദുനിയാവാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ദീനിന്റെ ഒരു പരിവേഷമുണ്ടാക്കി യഥാർത്ഥത്തിൽ ദുനിയാവിനെ ആസ്വദിക്കുകയും പരലോക ചിന്തയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ശൈത്വാന്റെ അനുയായികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ തരീഖത്ത് പ്രസ്ഥാനങ്ങളും. ഇതിന് ഖാദിരി മെച്ചപ്പെട്ടത്, നഖ്ശബന്ദി നല്ലത്, ചിസ്തി മെച്ചപ്പെട്ടത് എന്നൊന്നും പറയാനില്ല. എല്ലാം ഇബ്ലീസിന്റെ തരീഖത്താണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രശ്നം, റസൂലിനെ ബൈഅത്ത് ചെയ്യുന്നതിന് പകരം ശൈഖുമാർക്ക് ബൈഅത്ത് ചെയ്യുന്നു. റസൂലിനെ ബൈഅത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരണം. ഷഹാദത്തിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അതിന് ദീന് പഠിക്കുകയല്ലാതെ കുറുക്കു വഴികളൊന്നുമില്ല. എത്ര വലിയ അപകടമാണ് വിവിധ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റും. ദീൻ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ എല്ലാവരും പരിശ്രമിക്കണം.